Former officer Food Corporation of India. Current affairs new video like swagadam. First news: LPG cylinder price here by rupees 50. Petrol diesel excise raised by rupees 2. എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഓൾറെഡി ഓരോരോ പ്രോബ്ലംസ് നമ്മുടെ എക്കണോമിയിൽ കൺസംഷൻ കുറയുന്നു എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ GDP ഗ്രോത്ത് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് is not dependent on export. ചൈന, USA, ജപ്പാൻ അവരുടെയൊക്കെ എക്കോണമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ their economy mainly grows based on എക്സ്പോർട്ട് ഗ്രോത്ത്. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ എക്സ്പോർട്ട് ഗ്രോത്ത് ഒരു ഫാക്ടറാണ്. ബട്ട് സ്റ്റിൽ ഇന്ത്യ ഈസ് ഗ്രോയിങ് ബിക്കോസ് ഓഫ് ദ കൺസംഷൻ ഹാപ്പനിങ് ഇൻസൈഡ് അവർ എക്കണോമി. പക്ഷെ കൺസംഷൻ ഇൻഫ്ലേഷൻ കൂടിയാൽ കൺസംഷൻ കുറയും. ഇത് ഈ ഒരു മെഷറൊക്കെ ഒരുപക്ഷെ ഇൻഫ്ലേഷൻ കൂട്ടാൻ കാരണം ഇൻഫ്ലേഷൻ എന്താ വിലക്കയറ്റമാണ്. അപ്പൊ വൺസ് ദ പ്രൈസ് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ് ഇൻക്രീസസ് there will be more inflation always happening in India. That is a proven fact. So government yesterday increased 50 rupees for LPG, domestic LPG cylinders. അതായത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് കൂടെ ഒരു കൂട്ടാറുണ്ട്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇത് നമ്മളുടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന് 50 രൂപ കൂടിയാണ്. പ്ലസ് നമ്മളുടെ പെട്രോളിന്റെ ഡീസലിന്റെ പ്രൈസും 2 രൂപ കൂടും. അപ്പോൾ അത് ഇൻഫ്ലേഷൻ ഓൾറെഡി അവർ ഇൻഫ്ലേഷൻ ഈസ് വെരി മച്ച് അണ്ടർ കൺട്രോൾ റൈറ്റ് നൗ. അപ്പം ആയിരിക്കും ഗവൺമെന്റ് ഇത്തിരി ഇൻഫ്ലേഷൻ കൂടിയാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത്. വാട്ട് ഓർ ഇറ്റ് മേ ബി ഇറ്റ് വോണ്ട് ബി ഗുഡ് ഫോർ അവർ പോപ്പുലേഷൻ. അപ്പൊ എന്തായാലും ഹർദീപ് സിംഗ് പുരി ആണ് ഈ ഡിസിഷൻ ഒക്കെ പറയുന്നത്. ഹർദീപ് സിംഗ് പുരി ആരാണ്? ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ. ഇപ്പൊ പെട്രോളിയം മിനിസ്റ്റർ അല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ട. അപ്പൊ പെട്രോളിയം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ഹർദീപ് പുരി എന്ന് പറയുന്നത്. ഇനി Indian indices plunge as trade war fears grip global markets. Yesterday was a black day for Indian stock market investors because in India's recent history the maximum fall happened yesterday. അതായത് ഏതാണ്ട് 3000 പോയിന്റിനടുത്ത് ഇന്ത്യയുടെ സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഡൗൺ ആയി. നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് നിഫ്റ്റി. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്, നിഫ്റ്റിയും NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് is the oldest stock exchange in India and national stock exchange is the biggest stock exchange in India. അപ്പോൾ ഇത് രണ്ടും വലിയ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി NSEയുടെ ഇൻഡെക്സ് ആയ നിഫ്റ്റിയും BSEയുടെ ഇൻഡെക്സ് ആയ സെൻസെക്സും only because of the actions of Donald Trump. He's imposing tariffs on many countries. He yesterday stated that he's going to increase the tariff against China to almost 104% എന്നാണ്. ഇപ്പോൾ പുള്ളിക്ക് വട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗ്ലോബൽ എക്കണോമി ഈസ് അണ്ടർ ഹെവി ഡിസ്റപ്ഷൻ ബിക്കോസ് ഓഫ് ദ ഡിസ്റപ്റ്റീവ് പോളിസീസ് ഓഫ് ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, പിന്നെ അതാണ് അവിടെ വേറെ ഒന്നും അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. പിന്നെ അമിത്ഷാ കാശ്മീർ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ ഇന്നലെ പറഞ്ഞാലും അമിത്ഷാ ഇസ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, സോ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ maintaining the internal security of India. So Kashmir is having some terror related problems. Kashmir was previously very much affected because of terror. Now after the revocation of Article 370, the constitutional provision gave special status to Jammu and Kashmir. Now the state is relatively peaceful. Some terror incidents are there. അത്രേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന ഇന്നലെ പറഞ്ഞ മനോജ് സിൻഹയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ. മനോജ് സിൻഹ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള. പിന്നെ താഴോട്ട് വരുമ്പോൾ സിവിൽ ഡിസ്പ്യൂട്ട്സ് ടേൺ ക്രിമിനൽ കേസസ്. CJI says breakdown of rule of law in UP. CJI Chief Justice of India. India's Chief Justice is Sanjeev Khanna, 51st CJI of India. 51ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതാണ് സഞ്ജീവ് ഖന്ന. അദ്ദേഹം ഇന്നലെ ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ വളരെ നിശിതമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. അവിടെ സിവിൽ കേസുകൾ പോലെ ക്രിമിനൽ കേസാക്കി മാറ്റിയാണെന്നുള്ള പേരിലാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞ സഞ്ജീവ് ഖന്ന ഇന്നലെ വിമർശിച്ചിരുന്നു. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതൊന്നും വേണ്ട. കുനാൽ കംബ്ര റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് കുനാൽ കംബ്ര എന്ന് പറഞ്ഞത്. കുനാൽ കംബ്ര ന്യൂസിൽ വരാൻ കാരണം മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഏകനാഥ് ഷിൻഡേക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില റെഫറൻസസ് ഹി മെയ്ഡ് ആൻഡ് ദാറ്റ് ആങ്കേഡ് ശിവസേന സപ്പോർട്ടേഴ്സ്. ശിവസേന is the political party of Eknath Shinde, the deputy chief minister of Maharashtra. So they are
workers was on a rampaging mode after that statement, which was issued by Kunal Kamra, and police registered some cases against him. അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ എന്തായാലും കുനാൽ കമ്ര ആറ് നടന്നിരിക്കുക. ഹീസ് എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. പിന്നെ സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ വഖഫ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വഖഫ് ആക്ടിന്റെ പേരെന്താണ്, ഫുൾ നെയിം എന്താണ്? വഖഫ് അമെൻമെന്റ് ആക്ട് 2025. വഖഫ് അമെൻമെന്റ് ആക്ട് 2025 ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നവീൻ പട്നായിക്കിന്റെ പേര് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു സ്റ്റഡി ഹിസ് നെയിം ബിക്കോസ് ഹി ഈസ് ദ സെക്കൻഡ് ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Second longest serving chief minister of India is Naveen Patnaik. He was the chief minister of Odisha for around 25 years. Now he lost power. Now the chief minister of Odisha is Mohan Majhi. Now chief minister of Odisha, Mohan Majhi. MAJH ആണെന്ന് തോന്നുന്നു, മോഹൻ മജ്ജി. The longest serving chief minister of India എന്ന് പറഞ്ഞത് former chief minister of Sikkim ആയ പവൻ കുമാർ ചാംലിംഗ് ആണ്. പവൻ PAWN, പവൻ കുമാർ ചാംലിംഗ്. He is the longest serving chief minister of India. He was the chief minister of Sikkim for a longer period of time as compared to Naveen Patnaik. He is the second longest serving chief minister. പിന്നെ ആ പേജിൽ അത്രേ പറയാനുള്ളൂ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അടുത്ത പേജിൽ ഒന്നും പറയാനുള്ള നല്ലൊരു സത്യം. കംപ്ലീറ്റ്ലി നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ലാത്ത ലോക്കൽ ന്യൂസ്, മീൻസ് ഓരോ സ്റ്റേറ്റ് ലെവൽ ന്യൂസുകളാണ്. ഇവിടെ ആകെപ്പാടെ പറയാനുള്ള പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് മാത്രമാണ്. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് ഭഗവന്ത് മൻ എന്നാണ്. ഭഗവന്ത് മൻ, ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്. AAP, ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് പഞ്ചാബില്. ഇനി എഡിറ്റോറിയൽ ആണ്. ഫസ്റ്റ് editorial, inconclusive chapter. That is the editorial name. It is about the anti-NEET bill of Tamil Nadu. Yesterday I spoke about this news because you all know NEET. What is NEET? National Eligibility Cum Entrance Test. That is the entrance test for medical admissions to various colleges all over the country, and that rule was enacted by the Parliament, India government. So, except Tamil Nadu, all other states accepted NEET. But Tamil Nadu was totally against NEET because of some domestic reasons. Political angle is also there. And Tamil Nadu government introduced an act to exempt Tamil Nadu from NEET. But that the first act formulated by Tamil Nadu was rejected by the President of India in the year of 2017 itself. So Tamil Nadu government again formulated another act to exempt Tamil Nadu from NEET, National Eligibility Cum Entrance Test. But that act was passed by Tamil Nadu Legislative Assembly unanimously. That act was passed by Tamil Nadu Legislative Assembly. That bill was passed by Tamil Nadu Legislative Assembly. Even the opposition parties supported that bill. But Tamil Nadu Governor R.N. Ravi first returned that bill to the Legislative Assembly. But once the governor returned the bill to the Legislative Assembly, the government can do two things. They can scrap or എന്താ പറയുന്നത്, അത് വേണ്ടെന്ന് വേണമെങ്കിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ they will once again send that bill back to the governor. അപ്പോൾ ഗവർണറിന് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഗവർണറിന് പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവർണറിന് ചെയ്യാൻ പറ്റുന്ന presidential reference വേണ്ട ബില്ലാണെന്നുണ്ടെങ്കിൽ he has to send that to the President of India for her approval. സോ ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റ് നിയമത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പ്രസിഡന്റ് സൈൻ ചെയ്ത നിയമമാണല്ലോ ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്നത്. സോ President has to approve the legislation. So President of India ki R.N. Ravi, the Governor of Tamil Nadu is R.N. Ravi. He sent that bill to President of India, but President of India rejected that bill. So Tamil Nadu is in a precarious position. And the karanam, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റുകളും ഒപ്പോസിറ്റില്ല. തമിഴ്നാടുകാർക്ക് മാത്രമാണ് നീറ്റിന്റെ ഒപ്പോസിഷൻ. തമിഴ്നാടുകാർക്ക് ഹിന്ദി പഠിക്കാൻ പോയാൽ അതും ബാക്കി ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും ഒപ്പോസിഷനില്ല. തമിഴ്നാട് മാത്രം ഹിന്ദി പഠിക്കൂല. തമിഴ്നാടിന് മാത്രം
പിന്നീട് നീറ്റ് പറ്റൂല. വേറെ കേരളം ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റുകളും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഹിന്ദുവിൽ തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല, ഹിന്ദുവിൽ തന്നെ പറയുന്നുണ്ട് തമിഴ്നാട് is the only one state which is opposing NEET. Okay, so Tamil Nadu has no other options now but to approach Supreme Court. But Supreme Court എന്ത് ചെയ്യുന്ന വെച്ചാൽ they are not in a hurry to take this case. They will take their own time. കോടതി കാര്യം എന്താണ്, ഇത് മുമ്പ് തന്നെ പലപ്പോഴും കോടതി നീറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ എൻട്രൻസ് ടെസ്റ്റിന്റെ വാലിഡിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതും ഇത് പറയുന്നുണ്ട് പല കേസുകളിലായിട്ട്. അപ്പൊ സുപ്രീം കോടതി ഒരു ഹറിയിലും ആയിരിക്കത്തില്ല ഇത്. ഇനി പ്രസിഡന്റ് ആണെങ്കിലോ, പ്രസിഡന്റ് അവര് ചെയ്ത ഇപ്പൊ വീണ്ടും നിയമം ഉണ്ടാക്കി അയച്ചു കൊടുത്താൽ അവരിങ്ങനെ ചെയ്യാൻ പോണുള്ളൂ. ഇപ്പൊ പ്രശ്നം പിള്ളേർ ഇനിയിപ്പം അടുത്ത നീറ്റ് ടെസ്റ്റിന്റെ ഒക്കെ സമയമായി വരിക. തമിഴ്നാട്ടിലെ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോയാൽ പോലും കോടതി is not going to give them relief immediately. It will take time. In the meantime, the NEET exam will come. Tamil Nadu students has to prepare for that NEET exam. അപ്പൊ അതേ ഉള്ളൂ അവർ മുന്നിൽ വഴി. അപ്പം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 254(2) എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 254(2) അതിൽ പറയുന്ന വെച്ചാൽ അതിന്റെ ആ പവർ ഉപയോഗിച്ച് പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ നിയമം അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ചെയ്യൂല. കാര്യം അതിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ആർട്ടിക്കിൾ 254(2) ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റിലുള്ള, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയാൻ അറിയാമല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 ലിസ്റ്റാണ് ഉള്ളത്. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ മാത്രം അധികാര പരിധിയിൽ വരുന്ന കാര്യം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് പോലീസ് അല്ലെ ലോ ആൻഡ് ഓർഡർ, സ്റ്റേറ്റിന് മാത്രം അധികാര പരിധിയിൽ വരുന്നതാണ്. സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അതിൽ, പിന്നീട് ഹോം മിനിസ്റ്റർ ആണ് സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത്. സ്റ്റേറ്റ് പറഞ്ഞാൽ മാത്രമേ സെൻട്രൽ അതിൽ ഇന്റർവ്യൂൻ ചെയ്യുള്ളൂ. ഇനി യൂണിയൻ ലിസ്റ്റ്, ഇപ്പൊ ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, റെയിൽവേ, ഓൾ കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ് ഓൺലി. അതിൽ സ്റ്റേറ്റിന് യാതൊരു അധികാരമില്ല. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റിനും യൂണിയനും ഒരേപോലെ അധികാരമുള്ള. എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് ഇൻ കൺകറന്റ് ലിസ്റ്റ്. ദാറ്റ്സ് വൈ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ക്യാൻ make legislations for this education related issues. അതുകൊണ്ടാണ് തമിഴ്നാടിന് അതിൽ നിയമം ഉണ്ടാക്കാൻ പറ്റിയത്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന് പുറമെ. ആർട്ടിക്കിൾ 254(2) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു ഇഷ്യൂല് ഒരു ലെജിസ്ലേഷൻ, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ലെജിസ്ലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നാലും പ്രസിഡന്റിന് അതിന് വേണമെങ്കിൽ അസന്റ് കൊടുക്കാം. കൺകറന്റ് ലിസ്റ്റില് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഒരു നിയമം കൊണ്ടുവന്നാലും സ്റ്റേറ്റിന്റെ നിയമത്തിന് വേണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അസന്റ് കൊടുക്കാൻ പറ്റും ആർട്ടിക്കിൾ 254(2) അനുസരിച്ച്. മനസ്സിലായോ? പക്ഷെ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തമിഴ്നാട്ടിലെ പിള്ളേരെ കൊണ്ട് അവര് നടുക്കടലിലാക്കി. പിന്നെ ഒന്നാമത്തെ എഡിറ്റോറിയൽ മാത്രമാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഡിസ്പെല്ലിംഗ് കൺസേൺസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഡിസ്പെല്ലിംഗ് കൺസേൺസ്. This editorial is about our Indian Prime Minister's successful visit to Sri Lanka. April 4 to 6, Indian Prime Minister visited Sri Lanka, and that visit was a very, very successful one. That analysis, how that visit turned out for India, that is the Hindus അനാലിസിസ് ഇൻ ദി സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പൊ ഇതില് നമുക്കറിയാം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അവർ സ്വീകരിച്ചത് തന്നെ ബൈ ഗിവിംഗ് ഹിം ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ശ്രീലങ്കയാണ്. എന്തായിരുന്നു, മിത്രഭൂഷൺ അല്ലെ, മിത്രഭൂഷൺ അങ്ങോട്ടല്ലായിരുന്നു എന്റെ പേര്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, മിത്രഭൂഷൺ അങ്ങനെ എന്തോ ഒരു അവാർഡ്. ദാറ്റ് ഈസ് എ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ബീങ് ഗിവൻ ടു എ ഫോറിൻ ഡിഗ്നിറ്ററി ബൈ ശ്രീലങ്കൻ ഗവൺമെന്റ്. അപ്പൊ അത് ഒരു കാര്യം, അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സ്വീകരിക്കുന്നത്. പക്ഷെ ഇന്ത്യ കരുതിയിരുന്നത്, പൊതുവെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ കരുതിയിരുന്നത്, ഈ അനുരാഗ് കുമാര ദിസനായകയുടെ പാർട്ടി, അനുരാഗ് കുമാര ദിസനായക is the president of Sri Lanka and his party is Janata Vimukti Perumana, and he is leading a coalition. That coalition's name is National People's Power. So that party is actually a communist party, left party. So when he assumes power in Sri Lanka, when this Anurag Kumara Dissanayake, everybody in India thought India is going to get a lukewarm
response for our concerns. Because if you take the history of this party, this Janata Vimukti Perumana, in many occasions their stand was against India. Anti-India എന്ന് പറയാൻ പറ്റില്ല, against Indian interest ആയിരുന്നു പല അവരുടെ തീരുമാനങ്ങളും. So India thought, അല്ലെങ്കിൽ മീഡിയാസ് ഇൻ ഇന്ത്യ തോട്ട് ദിസ് അനുരാഗ് കുമാര ദിസനായക വിൽ ഫോളോ ദ സെയിം എന്താ പറയുക ആ പോളിസി, ആ പാർട്ടിയുടെ പോളിസി അതുപോലെ പിന്തുടരുന്നു, ആന്റി ഇന്ത്യ സ്റ്റാൻഡൊക്കെ എടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വിക്ടറിക്ക് ശേഷം ഹി ഫസ്റ്റ് വിസിറ്റഡ് ഇന്ത്യ ഫോളോയിങ് ദ ട്രഡീഷൻ. യെസ്റ്റർഡേ ഐ ടോൾഡ് യു, if new president or prime minister is being elected in Sri Lanka, then they will visit to India. They will first visit India. That is the tradition of Sri Lankan political system. Sri Lankan ഗവൺമെന്റിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അതുപോലെ അദ്ദേഹം ചെയ്തു. എന്നിട്ട് ഇന്ത്യയിൽ വന്ന് വളരെ കോഡിയിലായിട്ടുള്ള മീറ്റിംഗ് നടത്തി. നൗ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ശ്രീലങ്കയിലെ ഒരു പോർട്ടോ ഒരു പ്രദേശമോ ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ്. And a historic agreement was signed between India and Sri Lanka. That is a defense cooperation agreement. Defense cooperation agreement ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ അങ്ങനെ വലുതായിട്ടില്ല. അപ്പൊ അതൊക്കെ ഇനി അങ്ങനെയുള്ള വളരെ നല്ല കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന ഈ 1987 ഇന്ത്യ ശ്രീലങ്കയായിട്ട് ഒരു അക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു എഗ്രിമെന്റ്. രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന ജയവർദ്ധനയും ചേർന്നുണ്ട്. ശ്രീലങ്കയുടെ ഫോമർ പ്രസിഡന്റ് ജയവർദ്ധനയും രാജീവ് ഗാന്ധിയും ചേർന്നുണ്ട്. അതില് ശ്രീലങ്കയിലെ പോർട്ടുകളൊന്നും ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അനുവദിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ പലപ്പോഴും ചൈനയുടെ പ്രസൻസ് ഒക്കെ ശ്രീലങ്കയിൽ ഉണ്ടായത് ഇന്ത്യക്ക് വളരെ കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ അവിടെ, അപ്പൊ പ്രൈം മിനിസ്റ്റർ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാല് ശ്രീലങ്കയുടെ ലാൻഡ് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായക കൊടുത്ത പ്രോമിസ്. സെക്കൻഡ് വൺ, ദ ഡിഫൻസ്, ഹിസ്റ്റോറിക് ഡിഫൻസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഈസ് ഹാവിംഗ് പ്രോബ്ലം വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ഫിഷർമെൻ. ശ്രീലങ്കൻ Tamil fishermen from Tamil Nadu sometimes crosses the international waters of Sri Lanka. So Sri Lankan Navy arrest them and put them behind the bars in Sri Lanka. That is creating unnecessary problem between India and Sri Lanka. So Indian Prime Minister Narendra Modi held active discussions regarding the matters of Indian fishermen, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിഷർമെനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പം ഇനി അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവണം. അപ്പോഴേ ആ പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ ശ്രീലങ്കൻ തമിളിയൻ പീപ്പിൾ, ശ്രീലങ്കൻ തമിളിയൻസ് ആർ there. They are mainly staying in northern provinces of Sri Lanka and they are not getting enough power in Sri Lankan politics. They are demanding more powers to the northern provinces. That is a long-standing demand. For decades together, that demand is there, but Sri Lanka is not effectively responding to that request from the Sri Lankan Tamilian people. And Modi held some discussions about their problem also with the Sri Lankan President Anurag Kumara Dissanayake. 13th Amendment of Sri Lankan Constitution. That should be implemented. Then only the Tamilians' problems can be solved in Sri Lanka. 13th Amendment of Sri Lankan Constitution. That amendment deals with the provision of giving more autonomy to Tamil-dominated regions of Sri Lanka. അപ്പോൾ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഇനി ഇന്നത്തെ ഹിന്ദുവിലെ ആർട്ടിക്കിൾസിൽ രണ്ടുമൂന്നെണ്ണം നമുക്ക് എന്താണ് കണ്ടന്റ് എന്ന് നോക്കാം. ഒരെണ്ണം എന്ന് വെച്ചാൽ ക്ലീൻ വാട്ടർ ലിസ്റ്റ് ഓർ ദ ചോയ്സ് ഓഫ് ആധാർ ലിങ്കേജ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. Actually, this is about the electoral ID card of India. Electoral ID card, we all are possessing electoral ID card. If you are a citizen of India with the your age is above the age of 8, if you are above the age of 18, you are eligible for voting in India, because India is following universal adult franchise model. Universal adult franchise means all the persons above the age of 18 will get the right to
വോട്ട്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പം നമുക്ക് എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞവർക്ക് ഇലക്ട്രൽ ID കാർഡുകളുണ്ട്. ഈ ഇലക്ട്രൽ ID കാർഡുകളിൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു വിഷയം വന്നു ഈ ഇടയ്ക്ക്. വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് under Mamata Banerjee approached the Election Commission of India because of the discovery of many electoral ID cards which are having duplicates in some other part of India. അതായത് ഇപ്പം ബംഗാളിലെ വോട്ടേഴ്സിന്റെ പേരിൽ ഉള്ള വോട്ടർ ID കാർഡിൽ നമ്പർ ഉള്ള സെയിം നമ്പർ ഉള്ള ഇലക്ട്രൽ ID കാർഡ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. സോ Election Commission of India gave some clarifications. Now the electoral IDs are being processed based on information technology. Previously it was done manually. ആ ഒരു സമയത്ത് പറ്റിയ manual mistakes ആണെന്ന് അവർ പറയുന്നത്. Now they are going to weed out all these duplication. For that they are going to link our Aadhaar card with the electoral ID card. Then that duplication can be easily done away because നമ്മളുടെ ഫിംഗർ പ്രിന്റും റെറ്റിന സ്കാനും ഒക്കെ വെച്ചാൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആധാർ കാർഡ് ഈസ് എ unique ID card. Once that is linked with electoral ID card will also become a unique card. അപ്പൊ പിന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷന്റെ വിഷയം വരുന്നില്ല. പക്ഷെ അതിലുള്ള പ്രോബ്ലംസ് ആണ് ഇത് പറഞ്ഞത്. ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ all Indian people are not having ആധാർ കാർഡ്. സോ ഈ ആധാറിന് ഇലക്ട്രൽ കാർഡായിട്ട് ലിങ്ക് ചെയ്താലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു വിഷയം വന്നാൽ ആധാർ കാർഡ് ഇല്ലാത്ത ആൾക്കാർ ഇലക്ട്രൽ റോളിൽ നിന്ന് പുറത്താവുന്നൊരു പ്രശ്നം വരും. സോ ദാറ്റ് ഈസ് ആൻ ഇൻജസ്റ്റിസ് ടു ദോസ് പീപ്പിൾ ബിക്കോസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ് ആണ് ദ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. If the persons who are not having Aadhaar is not able to vote means that is a denial of their rights. അതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എന്ന് കരുതി നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ആധാർ ഇല്ലാത്തവർ എടുക്കണം, ആധാർ കമ്പൽസറി അല്ല എന്നൊന്നും എങ്ങും പറയാം. പുള്ളി പറഞ്ഞ ആധാർ കമ്പൽസറി അല്ലെന്നാണ്. കമ്പൽസറി അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെന്നുള്ളത് എടുത്താൽ ഈ ഒരു പ്രശ്നം ഒഴിവാകും. ഇനി അടുത്ത ഇന്ത്യസ് ഏവിയേഷൻ ആർബിട്രേഷൻ കേസസ് വിൽ സ്റ്റിൽ ഫ്ലൈ ഓഫ് ഓവർസീസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിലെ ആർബിട്രേഷനെ കുറിച്ചാണ് പറയുന്നത്, എസ്പെഷ്യലി ഏവിയേഷൻ ആർബിട്രേഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് ആർബിട്രേഷൻ? ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അത്ര പൊതുവെ മനസ്സിലാവുന്ന കാര്യമല്ല. ഇന്ത്യ ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്റർനാഷണൽ ആർബിട്രേഷൻസ്. ദാറ്റ്സ് വൈ we people are not so familiar with arbitration. Arbitration means അതൊരു നോൺ ജുഡീഷ്യൽ പ്രോസസ് ആണ്, പക്ഷേ അവസാനം അതിന് ജുഡീഷ്യയുടെ ബാക്കിംഗ് കിട്ടും. അതായത് മെയിൻലി ഈ ആർബിട്രേഷൻ യൂസ് ചെയ്യുന്നത് നമ്മളല്ല, നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കേസിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒക്കെ നടക്കാറുണ്ട്, പക്ഷേ ആർബിട്രേഷൻ നടക്കാറില്ല. കൊമേഴ്സിൽ, ഇന്റർനാഷണൽ ട്രേഡിൽ ഇതുപോലുള്ള വിഷയങ്ങളിലാണ് ആർബിട്രേഷൻ സംഭവിക്കുന്നത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനീസ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണും തമ്മിലൊരു എഗ്രിമെന്റ് വരുന്നത് കരുതിക്കോ. എഗ്രിമെന്റ് വരുമ്പോൾ അവർ അതിനകത്ത് ചിലപ്പോൾ എഗ്രിമെന്റിൽ ക്ലോസ് വയ്ക്കും, ഇഫ് there arises any kind of disputes in future, that disputes will be dealt through arbitration process എന്നൊരു ക്ലോസ് ഉണ്ടെന്ന് കരുതിക്കും. ഇവരുടെ എഗ്രിമെന്റിനകത്ത് അങ്ങനെ ഒരു ക്ലോസ് വേണം, എന്നാലേ ആർബിട്രേഷനിലേക്ക് പോകാൻ പറ്റൂ. ഭാവിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് നമ്മൾ തങ്ങളിൽ ഉണ്ടായാൽ അത് ആർബിട്രേഷൻ മുഖേന പരിഹരിക്കുന്നതായിരിക്കും എന്നൊരു ക്ലോസ് ഇവരുടെ എഗ്രിമെന്റ് അകത്തുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു ആർബിട്രേഷൻ. ആർബിട്രേഷൻ ഇത്രയേ ഉള്ളൂ. രണ്ട് പാർട്ടികൾ, ഞാൻ പറഞ്ഞ ഫ്ലിപ്കാർട്ട് ആമസോണും കാണും. ദെൻ ഈ ആർബിട്രേഷൻ നടത്താൻ വേണ്ടി ഒരു തേർഡ് പാർട്ടിയും കാണും. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടി ആയിരിക്കും. ആ ന്യൂട്രൽ പാർട്ടിയെ അപ്പോയിന്റ് ചെയ്യാൻ ഓരോ രാജ്യത്ത് ഓരോ സംവിധാനങ്ങൾ കാണും. ആ ന്യൂട്രൽ പാർട്ടി ഈ രണ്ട് പാർട്ടീസ് ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള പ്രശ്നം, അപ്പൊ മൂന്ന് പാർട്ടീസ് ഉണ്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ദേ ആർ ഹാവിംഗ് എ ഡിസ്പ്യൂട്ട് ആൻഡ് ഇൻ ബിറ്റ്വീൻ there is an arbitrator. He is a neutral party. He will find a solution for their problem. ആ പ്രോബ്ലം ലീഗലി ബൈൻഡിങ് ആണ്. ആ ഒരു സൊല്യൂഷൻ ലീഗലി ബൈൻഡിങ് ആണ്. ദാറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഗുണം? കോർട്ടിൽ പോകണ്ട, ഫാസ്റ്റ് ആയിട്ട് ഇവരെ പ്രശ്നം മാത്രമേ ഇവരെ ഒരു മൂന്നാമതിരുന്ന് പരിഹരിക്കുക. അപ്പൊ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഡിസിഷൻ, അല്ലാതെ കോർട്ടിലെടുക്കുന്ന ലോങ് ഡിലേ ഒന്നും എടുക്കത്തില്ല. ജുഡീഷ്യറലി കേസ് എല്ലാം കൂടെ വന്നേറി അവിടെ ക്ലോഗ്ഡ് ആവത്തൂല. അതാണ് ഇതിന്റെ ഗുണം ആർബിട്രേഷന്റെ. ഇത്ര മനസ്സിലാക്കിയാൽ മതി ആർബിട്രേഷനെ കുറിച്ച്. ഇനി ഇവിടെ പറയുന്ന വെച്ചാല് ഇന്ത്യ മേഡ് എ ന്യൂ ആക്ട് ഫോർ അവർ ഏവിയേഷൻ സെക്ടർ ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ദ ഭാരതീയ വായുയാൻ അഭിയാൻ
Adhiniyam 2024. Adhiniyam, the Bharatiya Vayuyan Adhiniyam 2024. This is the new legislation for regulating India's civil aviation sector. India's civil aviation sector regulate ചെയ്യുന്ന new legislation ആണ് Bharatiya Vayuyan Adhiniyam 2024. This is a very smart piece of legislation which is encompassing all the aspects of our aviation sector, civil aviation sector, and it ensuring the growth of civil aviation sector. It is one of the fastest growing civil aviation sectors of the world. Now India is the third largest civil aviation sector. So this piece of legislation, that is Bharatiya Vayuyan Adhiniyam 2024, is very good for augmenting our civil aviation growth. And if you take the case of our passengers also are going to get benefited more from this legislation. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്ലൈറ്റ് ഡിലേ, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടായാൽ കൂടുതൽ ബെറ്റർ കോമ്പൻസേഷൻ ഒക്കെ തരാൻ ഈ നിയമം സഹായിക്കും. പക്ഷെ അപ്പോഴും ആർബിട്രേഷൻ ആസ്പെക്ടിൽ ഈ നിയമം ഒരു പരാജയമാണെന്നാണ് പറയുന്നത്. ഈ സിവിൽ ഏവിയേഷൻ സെക്ടർ ഒരുപാട് ഇന്റർനാഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. മെനി കാരിയേഴ്സ് ആർ ഡൂയിങ് സർവീസ് ഇൻ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്ടർ ഫ്രം അതർ കൺട്രീസ്. ഇപ്പൊ അമേരിക്കയുടെ എയർലൈനുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, ഗൾഫിൽ വരുന്നുണ്ട്, അല്ലേ, അതൊക്കെ ഇന്ത്യയിൽ വരുന്നില്ലേ. അപ്പം ഇവരൊക്കെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകും. ഈ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാൻ ആർബിട്രേഷൻ കോർട്ടുകളും അല്ലെങ്കിൽ ആർബിട്രേഷൻ മെക്കാനിസം വേണം. അതിനുള്ള പ്രൊവിഷൻ, അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്ത് ഈ നിയമത്തിന്റെ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നിയമമായ ഭാരതീയ വായുയാൻ അധിനിയമത്തിൽ ഇല്ല. നിലവിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന മിക്കവാറും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡിസ്പ്യൂട്ട്സ് എല്ലാം പരിഹരിക്കപ്പെടുന്നത് സിംഗപ്പൂരിൽ അല്ലെങ്കിൽ UK-ലൊക്കെയാണ്. മെയിൻലി സിംഗപ്പൂരിലാണ്. കാര്യം എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെക്കാനിസം ഇന്ത്യയിലില്ല, പ്രോപ്പർ എക്സ്പെർട്ടൈസ് ഇന്ത്യയിലില്ല. എക്സ്പെർട്ടൈസ് മീൻസ് the persons who are arbitrator for all these issues should have a hand-on experience in all these issues. International civil aviation laws വേണം അവർക്ക് അറിവ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരില്ല. പിന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെക്കാനിസം ഇല്ല. ഇതെല്ലാം ഇന്ത്യയുടെ വിഷയം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടേണ്ട റവന്യൂ, ഈ കാര്യം ഈ ആർബിട്രേറ്ററിന് കിട്ടുന്ന പൈസയൊക്കെ ഇന്ത്യയിലല്ലേ കിട്ടേണ്ടിയിരുന്നത്. ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഈ മെക്കാനിസം ഒന്നുണ്ടെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് സിംഗപ്പൂരിലേക്ക് UK-ലേക്കൊക്കെ പോകുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സിവിൽ ഏവിയേഷൻ ആർബിട്രേഷൻ, ഇന്റർനാഷണൽ ആർബിട്രേഷൻ എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം കൂടെ ഇന്ത്യക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലോ സ്കൂളുകൾ വിചാരിച്ചാൽ ലോ സ്കൂളുകളിൽ കരിക്കുലത്തിന്റെ അത് കൊണ്ടുവന്ന് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇവിടെ പഠിപ്പിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. UK-ലെയും സിംഗപ്പൂരിലെയും മോഡൽസ് പഠിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അതാണ് ഈ സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസ് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ പലതവണ വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വലിയ പാഠമൊന്നുമില്ല ഇത് വായിക്കാൻ. എ കേസ് ഫോർ എ ഫെയർ സീറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. ഇത് ഡീലിമിറ്റേഷനെ കുറിച്ചാണ്. മെനി ടൈംസ് വി discussed about delimitation. What is delimitation? Why the South Indian states are objecting delimitation? All these things I discussed many times. Because delimitation is going to be conducted based on our population. Because our in our Indian Constitution, in Article 81 and 82, there are provisions related to the conduct of delimitation. അപ്പൊ അതിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ only based on population the government can conduct delimitation exercise. If the government purely depend on this Article 81 and 82 of Indian Constitution, the delimitation will definitely happen based on population. So the North Indian states like Uttar Pradesh, Bihar, etc. will benefit a lot through this exercise, and South Indian states like Kerala, Tamil Nadu, etc. will be in a disadvantageous position because of the effective implementation of family planning in South Indian states. Especially the state of Kerala will be the biggest loser because Kerala is the best performing state in family planning in India. കേരളത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനകത്ത് കേരളത്തിലെ പോപ്പുലേഷൻ റേറ്റ് 68% ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എവറി സ്റ്റേറ്റ്സ് അറ്റൈൻ മോർ പോപ്പുലേഷൻ ഗ്രോത്ത് ദാൻ കേരള. അപ്പൊ ഇത് എഴുതിയിരിക്കുന്ന ആള് പറയുന്ന ഡീലിമിറ്റേഷൻ എന്തായാലും നടത്തിയേ പറ്റൂ.
ഇന്ത്യയിലെ മുമ്പ് ഈ അവസാനം 1971 സെൻസസ് ബേസ് ചെയ്ത് നടത്തിയ ഡീലിമിറ്റേഷൻ എക്സർസൈസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന പോപ്പുലേഷന്റെ ഇരട്ടി കൂടുതൽ പോപ്പുലേഷൻ ഇപ്പോൾ ഉണ്ട്. സോ ദ ഡീലിമിറ്റേഷൻ ഷുഡ് ബി ഡൺ, ബട്ട് ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ ബെഞ്ച് മാർക്ക്. ദാറ്റ് ബെഞ്ച് മാർക്ക് ഷുഡ് ബി കേരള. അതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്. അപ്പൊ 68% ഗ്രോത്ത് ആ കേരളത്തിന്റെ കാര്യത്തിലുണ്ടായത്. സോ അതിനെ ബെഞ്ച് മാർക്ക് ആക്കിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും പാർലമെന്റിന്റെ സീറ്റുകളുടെ എണ്ണം 68% വെച്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പൊ യു പിക്കൊക്കെ ഒരു 130 സംതിങ് സീറ്റുകളിലായിട്ട് കൂടി ഇപ്പൊ 80 ഉള്ളത്. അപ്പൊ കേരളത്തിനും വരും അത്യാവശ്യം 10-34 സീറ്റുകൾ, തമിഴ്നാടിന് വരും 60ഓളം സീറ്റുകൾ. അപ്പൊ എവറി സ്റ്റേറ്റ്സ് വിൽ ഗെറ്റ് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് based on this 68% criteria. 68% കാര്യം എന്താ? കേരളത്തിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് അത്രേ ഉണ്ടായിട്ടുള്ളൂ. കേരള registered the lowest population growth during the last 50 years, and that should be made as a benchmark, and based on that benchmark all the states parliamentary constituencies should be increased only by 68%. അത് ഉത്തർപ്രദേശിന് അത്രേ കൂടാവുള്ളൂ, ബീഹാറിന് അത്രേ കൂടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ around 900 പാർലമെന്റ് സീറ്റ് will be there in India after this exercise. അപ്പൊ എല്ലാവർക്കും പ്രൊപ്പോർഷനേറ്റ്ലി 68% കൂടെ. അപ്പൊ വലിയ പൊളിറ്റിക്കൽ പവർ ഇക്വേഷൻസിൽ ചേഞ്ച് വരുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു അഭിപ്രായമാണ്. ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞൂടെ. അപ്പൊ ഇതും വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഇനി മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ, വഖഫ് ആക്ട് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പോണ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഫോറിൻ ഫണ്ട് മസ്റ്റ് ബി യൂസ്ഡ് വിത്തിൻ 4 years. Central government, especially home ministries having a rule, FCRA, that is Foreign Contribution Regulation Act. Foreign Contribution Regulation Act is an act of Home Ministry of India, and they yesterday clarified that if an entity, especially NGOs, non-governmental organizations, are receiving money from foreign countries, that should be utilized within 4 years. ആ മണി യൂസ് കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. വിത്തിൻ 4 years അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ഇറ്റ് വിൽ ബിക്കം ഫെമ വയലേഷൻ. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ വയലേഷൻ ആയി പോകും. അല്ലെങ്കിൽ 4 വർഷത്തിനകം യൂസ് ചെയ്യണം. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. ചിലപ്പോൾ ഒരു എക്സാമിനൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ. Days after Modi and US met, Dhaka sends High Commissioner to Delhi. Last week, Narendra Modi, Indian Prime Minister, met with Bangladesh interim ruler Muhammad Yunus on the sidelines of BIMSTEC Summit, Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation, BIMSTEC Summit that happened in Bangkok, the capital of Thailand, and they held discussions on various issues, and after that Dhaka, means Bangladesh, decided to send their High Commissioner to Delhi. High Commissioner means Ambassador എന്ന് പറയുന്ന പേരാണ് High Commissioner എന്ന് പറയുന്നത്. Rais Hamidullah is the new High Commissioner of Bangladesh to India. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് ഇലക്ട്രോണിക് സർവേലൻസ് സിസ്റ്റം വിൽ കവർ എൻറ്റയർ പാക് ബോർഡർ. അത് ഇന്ത്യ ഒരു ഇലക്ട്രോണിക് സർവേലൻസ് സിസ്റ്റം കൊണ്ടുവരാൻ പോയ എൻറ്റയർ പാകിസ്ഥാൻ ബോർഡറിലും ജമ്മു കാശ്മീർ റീജിയനിൽ അത് വരും. അത് വന്നു കഴിഞ്ഞാൽ സസ്പീഷ്യസ് മൂവ്മെന്റും ഇൻഫിൽട്രേഷനും എല്ലാം അതുവഴി കണ്ടുപിടിക്കാൻ പറ്റാതെ. US Supreme Court denies Rana's plea against extradition. Extradition means കുറ്റവാളികളെ കൈമാറ്റം ചെയ്യലാണ്. മുംബൈ ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് തഹാവൂർ റാണ എന്നുള്ള. തഹാവൂർ റാണ, he is a Pakistan citizen, but he migrated to Canada. Now he is a Canadian citizen. He is in US prison. US President Donald Trump decided to extradite that man to India for meeting the എന്താ പറയുന്ന അണ്ടർഗോയിങ് ജുഡീഷ്യൽ പ്രോസസ് ഇൻ ഇന്ത്യ, ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഇൻ ഇന്ത്യ. പുള്ളി അതിനെതിരെ കോടതി പോയി റിജക്ട് ചെയ്തു പുള്ളിയുടെ പ്ലീ. അപ്പൊ സ്വാഭാവികമായിട്ടും തഹാവൂർ റാണ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ഇന്ത്യ സൂൺ. അത് നല്ലൊരു കാര്യമായിരിക്കും. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. ആകെപ്പാടെ ഒറ്റ ന്യൂസ് നമുക്കുള്ളത്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നേപ്പാൾ സൈൻ MOU, ജുഡീഷ്യൽ കോഓപ്പറേഷന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയും നേപ്പാൾ സുപ്രീം കോർട്ടും എഗ്രിമെന്റ് സൈൻ ചെയ്തു. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, Supreme Court of India recently made signed an MOU, Memorandum of Agreement, with which of the following Supreme Court? അപ്പൊ നേപ്പാൾ തന്നേക്ക്, അമേരിക്ക തന്നേക്ക്, ബംഗ്ലാദേശ് തന്നേക്ക്, നേപ്പാളാണത്. ഓക്കെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സൈൻ ചെയ്തത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന. ഇനി അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോ CDSന്റെ ഫോട്ടോ ആണ്. CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആരാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്?
General Anil Chauhan. General Anil Chauhan is the Chief of Defence Staff of India. Chief of Defence Staff. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എല്ലാ സ്റ്റേറ്റിനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പാക്കാൻ വേണ്ടി റൈറ്റ് ടു ഇൻഫർമേഷൻ RTA ആക്ട് നടപ്പാക്കാൻ വേണ്ടി ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഫോർ എവറി സ്റ്റേറ്റ്സ് ദർ ഇസ് എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. കേരള, തമിഴ്നാട്, കർണാടക, ഫോർ എവറി സ്റ്റേറ്റ്സ്. ആൻഡ് ഗുവാഹട്ടി, the biggest city in northeast അല്ലെങ്കിൽ biggest city in Assam is going to host meeting of CICs of India. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിന്റെ മീറ്റിംഗ് എവിടെയാണ് നടക്കാൻ പോണത്? ഗുവാഹട്ടിയിൽ. പിന്നെ ജഗദീഷ് കുമാർ UGCയുടെ ചെയർമാനാണ് ഇത്രയും കാലം, അദ്ദേഹം റിട്ടയർ ചെയ്തു. ആ ന്യൂസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യയുടെ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ സകല സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ ഇടിഞ്ഞു. അതിനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്ന ന്യൂസ്. അതിന്റെ കാരണങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പീയൂഷ് ഗോയൽ, ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ, ഇപ്പോഴത്തെ ലോകം നേരിടുന്ന പ്രോബ്ലംസിന്റെ മെയിൻ കാരണം ചൈനയാണെന്ന് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയുടെ ഡിസ്റപ്റ്റീവ് അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 3 to 4 decades ensured the growth of Chinese economy, and Chinese economy became the second largest economy in the world, but that made many critical problems in the world economy. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്ലോബൽ ടെർമോയിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ. അപ്പൊ അതൊക്കെയാണ് അവിടെയുള്ളത്. അതിനടുത്ത പേജ് ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ, met Donald Trump, US president yesterday to inform him, to update him about the Gaza war. അതുപോലെ തന്നെ ഇസ്രായേലിനെ എക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇസ്രായേൽ ആണല്ലോ US-ന്റെ ഏറ്റവും വലിയ അലയൻസ് പാർട്ണർ, അവരെ എക്സെപ്റ്റ് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോസ്ഡ് 17% താരിഫ്സ് ഓൺ ഇസ്രായേലി പ്രൊഡക്ട്സ് ഓൾസോ. ഇസ്രായേലിന്റെ മുകളിലും അത് ഏർപ്പെടുത്തി. അതും കൂടെ ഡിസ്കസ് ചെയ്യാമെന്നാ പറയുന്നത്. ഓക്കെ, എന്തായാലും ട്രംപിന് ബെഞ്ചമിൻ നെതന്യാഹു പോയി കണ്ടു. അദാനി ബാക്ക്ഡ് കൊളംബോ പോർട്ടോ ടെർമിനൽ സ്റ്റാർട്ട്സ് ഓപ്പറേഷൻ. കൊളംബോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒരെണ്ണമാണ്. മുമ്പ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഒക്കെ നടക്കുന്ന അവിടെയായിരുന്നു. ഇപ്പൊ നമ്മളെ വിഴിഞ്ഞം തുറമുഖം വന്നപ്പം അതൊക്കെ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കൊളംബോ പോർട്ടിന്റെ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ അദാനിയാണ് ബിൽഡ് ചെയ്തത്. അദാനി ഇന്നലെ അത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് കൊളംബോ പോർട്ടിന്റെ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. കൊളംബോ പോർട്ടിന്റെ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. ഈ സ്പോർട്സ് പേജില് ഈ ഫസ്റ്റ് പേജ് ഫുള്ള് IPL വേണ്ട. സെക്കൻഡ് പേജ് പോകുമ്പോൾ ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ലീഗിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ സ്പോർട്സ് താരങ്ങളുടെ പേര് പഠിച്ചു വെക്കാൻ നല്ലതാണ്. ചിലപ്പം അങ്ങനെ ചോദിക്കാറുണ്ട്. രുദ്രാംശ്, ഇങ്ങനെയാണ് RUDRANKKSH, രുദ്രാംശ് പാട്ടീൽ. രുദ്രാംശ് പാട്ടീൽ ഇന്ത്യയുടെ ഒരു ഷൂട്ടറാണ്, ഷൂട്ടിംഗ് താരമാണ്. WTA എന്താണ്? വിമൻ ടെന്നീസ് അസോസിയേഷൻ. ലോകത്ത് വിമൻ ടെന്നീസ് ടൂർ സംഘടിപ്പിക്കുന്ന WTA ആണ്, വിമൻ ടെന്നീസ് അസോസിയേഷൻ ആണ്. അവരാണ് ടെന്നീസിൽ റാങ്കിങ് വിമനിന് കൊടുക്കുന്നത്. വിമൻ ടെന്നീസിൽ ഫസ്റ്റ് റാങ്ക് ഇഗ സ്വിയാടെക് അല്ലെങ്കിൽ ആര്യാന സബലങ്ക എന്നൊക്കെ പറയുമ്പോൾ that ranking is being given by WTA, Women Tennis Association. They are coordinating the world tour of women tennis players. അപ്പം മെൻ ടെന്നീസ് പ്ലേയേഴ്സിൻ്റെ അത് ATP ആണ്, അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്. ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്ന ITF ആണ്, ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. ITF, ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. താങ്ക് യു.